ചൂടുകാലമൊക്കെ അല്ലേ, നമുക്കൊരു പഴങ്കഞ്ഞി കുടിച്ചാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ പഴങ്കഞ്ഞിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഴങ്കഞ്ഞി ഒഴിക്കാനായിട്ടുള്ളൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി എന്തൊക്കെയാണ് അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. നല്ല അയലക്കറി എടുത്തിട്ടുണ്ട്, ഇന്നലത്തെ അയലക്കറിയാണ്. പിന്നെ ഇന്നലെ വേവിച്ച ചക്കയുണ്ട്, ഉണക്കക്കൊഞ്ച് ചമ്മന്തിയുണ്ട്, കാന്താരിമുളകും ഉള്ളിയും കൂടെ ചതച്ചതുണ്ട്. പിന്നെ നാരങ്ങ അച്ചാറാണ്. ഈ നാരങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു നാരങ്ങ അച്ചാറാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നെല്ലിക്ക, ഉപ്പിലിട്ട നെല്ലിക്ക, ലോലോലിക്കയുണ്ട്, നമ്മുടെ നാടൻ നെല്ലിക്കയുണ്ട്. പിന്നെ കാന്താരിമുളക്, രസം, തൈര്. ഇത്രയാണ് ഞാനിവിടെ പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പഴങ്കഞ്ഞി ഒരു ചട്ടിയിലേക്ക് മാറ്റണം. അപ്പോൾ നിങ്ങളൊക്കെ പഴങ്കഞ്ഞി കുടിക്കാറുണ്ടോ രാവിലെ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാ പഴങ്കഞ്ഞിയൊക്കെ ഒന്ന് ഇളക്കിയിട്ട്, ഞാൻ ഈ പഴങ്കഞ്ഞിക്കകത്ത് ഉപ്പിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിനി പറയും ഞാൻ ഉപ്പിട്ടില്ലെന്ന് പറയും. ഞാൻ ഉപ്പിട്ട് കൊടുത്തായിരുന്നു. ഇനി നമുക്ക് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചട്ടിക്കകത്തേക്ക് മാറ്റാം. ഇതാ ഞാൻ ചട്ടിക്കകത്തേക്ക് പഴങ്കഞ്ഞി മാറ്റി, കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളേ. ഇനി അതിനകത്തേക്ക് നമുക്ക് കാന്താരിമുളകും ഉള്ളിയും കൂടെ ചതച്ചത് വയ്ക്കാം. അതിലേക്ക് വെച്ചു. ഇനി നമുക്ക് ചക്കയില്ലേ, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക, ആ ചക്ക കൂടി ഇട്ട് കൊടുക്കാം. ചക്ക ഇട്ടതിന് ശേഷം നമുക്കിനി തൈര് ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ട തൈരാണ്. തൈര് ഒഴിച്ച് കൊടുത്തു. തൈരും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 2 കാന്താരിമുളകും നമ്മൾ ആ ഉപ്പിലിട്ട നെല്ലിക്കയില്ലേ, ലോലോലിക്കയും നാടൻ നെല്ലിക്കയും കൂടെ നമുക്ക് അതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി അതിനകത്തേക്ക് നാരങ്ങാച്ചാർ നല്ല അടിപൊളി നാരങ്ങാച്ചാറാണ്, അതും കൂടെ വെച്ച് കൊടുത്തു. വെച്ചിട്ട് നമുക്ക് ആ രസമില്ലേ, നല്ല തക്കാളി ഇട്ട് വെച്ച രസമാണ്, ആ രസവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചിട്ട് ഇനി നമുക്കൊരു പാത്രത്തിനകത്തേക്ക് നമുക്ക് ആ ഉണക്കക്കൊഞ്ച് ചമ്മന്തി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സ്ഥാനത്ത്, രസത്തിൻ്റെ സ്ഥാനത്ത് പുളിശ്ശേരിയോ സാമ്പാറോ ഒക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ പഴങ്കഞ്ഞിക്കകത്തേക്ക്. ഇനി ഒന്നുമില്ല, തൈരും കാന്താരിമുളകും ആണെങ്കിലും പഴങ്കഞ്ഞി കുടിക്കാം. ഇതെല്ലാം എടുത്ത് ഇവിടെ അടിപൊളിയായിട്ടുള്ള പഴങ്കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് ഓടി വായോ. ഇനി ഞാൻ ഇതെല്ലാം കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവുക കേട്ടോ. ഇത് പഴങ്കഞ്ഞിയുടെ റെസിപ്പിയൊക്കെ കണ്ടിട്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഫോളോയും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.